നമ്മളെ മറ്റേ ഫേസ്ബുക്ക് കാലഘട്ടം ഓർമ്മയുണ്ടാടാ? ഫ്രീക്ക് ആഡ്മി ക്ലോസ് ജസ്റ്റ് ഇന്ന് നമ്മളെ കൂടെ പറഞ്ഞതേ ഉള്ളല്ലേ. ഇന്ന് ആർപ്പി പോലും ചെയ്തതേ ഉള്ളു ഇതിനെ പറ്റി. എന്ത് ഫ്രീക്കായിരുന്നല്ലേ. ഓ അത് വന്നു പിന്നെ ഒരു ഫോട്ടോ കിട്ട 1000 ലൈക്കൊക്കെ പെട്ടെന്ന് കയറും. എന്തോ വരുന്നത്. നമുക്ക് അതിനൊരു അഭിമാനമായിരുന്നു ആ ലൈക്ക് കിട്ടുമ്പോ. ഫ്രണ്ടിന് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോണേ. എന്റെ മുത്തുമണി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് കില്ലിങ് ചെയ്. ആഡ്മി 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 ജസ്മ 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 ജസ്മേ. പച്ച കളറുള്ള വയലിന്റെ അവിടെ പോയി നിപ്പ്, മല, പുഴ. അത് വേറൊരു ലോകമായിരുന്നല്ലേ. ഇമാരി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഫേസ്ബുക്കിലെ പേരെന്തരായിരുന്നു? അഷിർ പോപ്സിൻസ്. ഓപ്പിൻസാ. ഫ്രീക്കിന്റെ പേരോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറൊരു കാര്യം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാം. അന്ന് ഇപ്പൊ ഈ റീൽസ് ഉള്ളവന്മാരുടെ മറ്റേ ഡാർക്ക് ഹ്യൂമറും കോമഡിയും ഒന്നും ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു. അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും നല്ലത് മാത്രം പറയുന്ന ഒരു കാലമായിരുന്നു ഫേസ്ബുക്കിൽ ആ സമയത്ത്. പിന്നാണ് അത് അമ്മാവന്മാരൊക്കെ ഏറ്റെടുത്ത് മറ്റേ വിഷയമായത്. സത്യം പറയാതിരിക്കും. അന്ന് മറ്റേ നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റേ വലിയ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയും, കാരണം ലൈക്കും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടി. ഇപ്പൊ അതിന് വരെ ഇതില്ലാതായി. അന്ന് ഇത്രയും ടോക്സിസിറ്റി ഇല്ലായിരുന്നു സത്യം പറഞ്ഞ, ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പോലെ. അത് പറയാതിരിക്കും. സ്മോക്കി ലല്ലൂസ് കല്ലൂസാ. ആഡ് മീ ഫുൾ സപ്പോർട്ട് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ ബാക്ക്. ഒന്നുകൂടെ തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ പോണം ഫ്രീക്ക്. അലിപ്പേ. എടാ ഞാൻ രഘുലേ അത് പഴയതുപോലെ തുടങ്ങാൻ പോകണം.